ഡേറ്റിംഗ് ആപ്പിലൂടെ ഹണി ട്രാപ്പ് നടത്തിയ അമ്മയും മകളും ഉൾപ്പെടെ പിടിയിൽ. കണ്ണൂർ ചക്കരക്കൽ സ്വദേശിയിൽ നിന്നാണ് പണം. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. ഞാൻ രാവിലെ കേട്ടൊരു വാർത്ത ഒരു ഉമ്മയും മകളെയും കുറിച്ചിട്ട് ഞഊദുബില്ല, ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാർത്ത. 17 വയസ്സുള്ളൊരു മകളെ വെച്ചിട്ട് ഹണി ട്രാപ്പ് നടത്തിയൊരു ഉമ്മ, അതും നമ്മുടെ കണ്ണൂരിനാണ് പിടിച്ചത്. ഒരു കാസർഗോട്ടുകാരാണ്. നമ്മുടെ സമുദായം എത്ര അധപ്പതിക്കുന്നില്ലേ. നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങളും മദ്രസയിൽ പഠിക്കുന്ന പാഠങ്ങളൊന്നും ലൈഫിലില്ല എന്നുള്ളതിൻ്റെ എത്ര ഉദാഹരണമാണ്. 17 വയസ്സുള്ള ഒരു മകളെ വെച്ചിട്ട് ഒരു ഉമ്മ മൈമൂന കൂടെ കുറേ ആൾക്കാരെ കൂടി ചേർന്നിട്ട് ഹണി ട്രാപ്പ് നടത്തി ലക്ഷങ്ങൾ തട്ടുക, സ്വന്തം ശരീരം കാണിച്ചിട്ട് എന്ത് വൃത്തികേടും കാണിക്കുക. ഇതിനൊക്കെ പോണ ആൾക്കാരും കൊണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് ശരീരം മോഹിച്ചിട്ട് പോകുന്ന ആളുകളെയും വേണമല്ലോ പറയാം. ഇൻഷാ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപ്, ഇന്ന് നമ്മൾ കേട്ടത് പൊതുപരീക്ഷയുടെ ദിവസമാണ്. ഒരുപാട് കുട്ടികൾ പൊതുപരീക്ഷ എഴുതുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ മക്കൾ പൊതുപരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പൊതുപരീക്ഷ നടത്തുന്ന കണ്ണൂർ പള്ളിപ്പറമ്പിലുള്ള ഹംസ മൗലവി എന്ന് പേരുള്ള 65 വയസ്സുള്ള ഉസ്താദ് പരീക്ഷയ്ക്കിടെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നൊരു വാർത്ത കണ്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി ജീവിച്ചിരുന്നൊരു മനുഷ്യൻ അതിലൂടെ തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഉസ്താദിനെയോ ഈ ഒരു മഹലിലൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ പങ്കുവെക്കണം. മദ്രസ പൊതുപരീക്ഷ എന്ന് പറഞ്ഞ വല്ലാത്തൊരു വികാരമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയധികം ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ അവർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വേറൊരു പരീക്ഷ ഉണ്ടാവില്ല. ഞാനൊരു മദ്രസയിൽ, ഇപ്പോൾ ഈ അടുത്തിൻ്റെ നാട്ടിലെ മദ്രസയിൽ ഞാൻ അടുത്തൊന്ന് ഞാൻ കയറിയിരുന്നു. ഒരു മാസം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. വേറൊരു ഉസ്താദ് വരുന്നത് വരെയാണ് ഞാൻ ചേർന്നത്. ഒരു മാസം ആകുമ്പോഴേക്കും ഞാൻ ഇറങ്ങി. അതായത് ജനുവരി മാസം, ഡിസംബറിൻ്റെ ഒരു അവസാനം ജനുവരിയുടെ ഒരു തുടക്കക്കാലത്തുമാണ് ഞാൻ മദ്രസയിൽ ഉണ്ടായിരുന്നത്. വീണ്ടും ഞാൻ മദ്രസയിൽ നിന്ന് മാറി. മദ്രസയിൽ വേറെ ഉസ്താദ് വന്നു. ഞാനാണെങ്കിൽ ഇടക്കിടക്ക് ലീവാണ്. ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകും. മദ്രസയിൽ രാവിലെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ മദ്രസയിൽ പൊതുപരീക്ഷ വല്ലാത്തൊരു ആവേശമാണ്. ഇത് അങ്ങനത്തെ ഈ ഉസ്താദുമാരായിട്ട് ജീവിച്ചു മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഞാൻ അതിൽ വലിയ സന്തോഷം കാണുന്ന ഒരാളാണ്. ആ ഹംസ മൗലവി എന്ന് പറയുന്ന ഉസ്താദ് ദീനിൻ്റെ ദഅവത്തിലായിട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും ആ ഒരു ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സന്തോഷത്തിലാക്കട്ടെ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും മഹല്ലിലാണോ, അദ്ദേഹം ഏത് മദ്രസയിലാണെന്നൊരു പള്ളുരുത്തി എന്ന് പറയുന്നൊരു മദ്രസയിലെങ്ങാനും. കാരണം ഓരോ ഉസ്താദുമാരും അവരവർ ജോലി ചെയ്യുന്ന മദ്രസയിലല്ല പൊതുപരീക്ഷ ഉണ്ടാവുക, വേറെ മദ്രസയിലല്ല ഉണ്ടാവുക. അപ്പം അങ്ങനെ പൊതുപരീക്ഷയ്ക്ക് പോയിട്ട് ആണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരുടെയും മക്കൾ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ പൊതുപരീക്ഷ എഴുതുന്നവരാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മക്കൾ ഏത് ക്ലാസ്സിലാണ് പൊതുപരീക്ഷ എഴുതുന്നെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. എൻ്റെ കുട്ടി 5ാം ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലാണ്, 10ലും പ്ലസ് ടുവിലൊക്കെ എഴുതുന്ന എല്ലാവരും നല്ല മാർക്കോട് കൂടി റേഞ്ചിൽ ഏറ്റവും നല്ല വിജയിക്കുന്നവരായിട്ട് മാറട്ടെ. അള്ളാഹു എല്ലാ കുട്ടികൾക്കും നല്ല വിജയശതമാനം ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ്. പഠിച്ചതൊക്കെ മറക്കുന്ന ഒരു പ്രയാസം കുട്ടികളെപ്പോഴും പറയലുണ്ട്. എൻ്റെ സ്റ്റുഡൻസും പറയലുണ്ട്, പഠിച്ചതൊക്കെ മറക്കാതിരിക്കാനും. എനിക്ക് പൊതുപരീക്ഷയും വരികയാണല്ലോ മാർച്ചിലൊക്കെ, 10ൻ്റെയും പ്ലസ് ടുവിനൊക്കെ പൊതുപരീക്ഷ വരികയാണ്. അപ്പോൾ പൊതുപരീക്ഷയിലൊക്കെ ഒരിക്കലും മറക്കാതെ നമ്മൾ പഠിച്ചത് നല്ലപോലെ എഴുതാനുള്ള ഒരു മന്ത്രമോ മരുന്നോ ഒരു ഐഡിയ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയേണ്ടത്, ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ പറയാം. അതാണ് കുറച്ചുകൂടി നല്ലത്. ഇങ്ങനത്തെ വീഡിയോയിൽ പറയുന്നതിനേക്കാളും നല്ലത് അത്തരമൊരു വീഡിയോയിലാണ്. അങ്ങനത്തെ വലിയ ആവശ്യമുള്ള മക്കളുണ്ടെന്ന് പറയണം കേട്ടോ. ചില കുട്ടികൾക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരും. എത്ര പഠിച്ചാലും മനസ്സിലിരിക്കാത്ത മക്കളുണ്ട്. എങ്ങനെ പഠിച്ചാലും ഒക്കെ പഠിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ പരീക്ഷ ഹാളിൽ എന്നാൽ മറക്കും. ഇതൊരു വലിയ പ്രയാസമാണ്. അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതാനുള്ള തൗഫീക്ക് ഉണ്ടാവാനുള്ള ചില സൂത്രവിദ്യകളൊക്കെ ഉണ്ട്. ചില ദിക്റുകളൊക്കെ ചൊല്ലി അതിനെക്കുറിച്ച് തെറാപ്പികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മക്കൾ നല്ല മാർക്കോടുകൂടി പാസ്സാവും. ഇൻഷാ അല്ലാഹ് ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കൾ പൊതുപരീക്ഷ എഴുതുന്ന ഏത് ക്ലാസ്സിലാണ് എഴുതുന്നതെങ്കിൽ ആ താഴെ വിവരങ്ങളൊന്ന് പങ്കുവെക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ കണ്ണൂർ തന്നെ കേട്ട വേറൊരു വാർത്തയാണ്. ഈ വാർത്തയെ പറയാൻ കാരണം രണ്ടും കണ്ണൂരിൽ നിന്ന് കേട്ടൊരു വാർത്തയാണ്. ആദ്യം നിങ്ങൾ ആ വാർത്തയൊന്ന് കാണാം. ഡേറ്റിംഗ് ആപ്പിലൂടെ ഹണി ട്രാപ്പ് നടത്തിയ അമ്മയും മകളും ഉൾപ്പെടെ പിടിയിൽ. കണ്ണൂർ ചക്കരക്കൽ സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. വിശദാംശങ്ങൾ നിയാസ് റഹ്മാൻ നൽകും. നിയാസ്, എങ്ങനെയായിരുന്നു ഇവരുടെ ഈ തട്ടിപ്പ്, അതിന്റെ സ്വഭാവം, പ്രതികളുടെ പശ്ചാത്തലം കൂടി? ജെയിംസ്, കാഞ്ഞങ്ങാട് സ്വദേശികളും അതോടൊപ്പം തന്നെ കാസർഗോഡ് ചൊർക്കള സ്വദേശികളുമായിട്ടുള്ള 4 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. അതിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഒന്നാം പ്രതി. മൈനറായ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. ഇവരുടെ അമ്മയാണ് മറ്റൊരു പ്രതി. മൈമൂന എന്നു പേരുള്ള സ്ത്രീയാണ് ഇതിൽ മറ്റൊരു പ്രതിയായി വന്നിട്ടുള്ളത്. കാസർഗോഡ് സ്വദേശികളായിട്ടുള്ള ഇബ്രാഹിം സജ്മൽ അർഷാദ്, AK അബ്ദുൽ സലാം, മൈമൂന എന്നിവരാണ് ഈ പറഞ്ഞ പ്രതികൾ. മറ്റൊന്ന് ഈ പറഞ്ഞ 17 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടാണ്
ഡേറ്റിംഗ് ആപ്പിലൂടെ കണ്ണൂർ ചക്കരക്കൽ സ്വദേശിയായിട്ടുള്ള യുവാവിനെ ഇവർ വീട്ടിലേക്ക് വിളിച്ചു വരുന്നത്. കാഞ്ഞങ്ങാടുള്ള ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ഇയാളെ നഗ്നനാക്കി ഫോട്ടോ എടുക്കുകയും പണം ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. അതിനു മുൻപ് ചെറിയൊരു തുക ഓൺലൈനായി പണം വാങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് പിന്നീട് ഇയാൾ അത് കൊടുക്കുന്ന സാഹചര്യം അടക്കമാണ് ഉണ്ടായത്. കൂടുതൽ പണം ആവശ്യപ്പെട്ട സമയത്ത് ഇത് പണം തരാമെന്ന് പറഞ്ഞ് ചക്കരക്കല്ലിലേക്ക് ഇവരെ വിളിച്ചു വരുത്തി തന്ത്രപരമായി പോലീസ് ഇവരെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നുകയാണ്, എങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണത്. ഞാൻ ചിന്തിക്കണതല്ലേ, ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ട് വല്ല ഈ ഒരു ഡയറ്റിങ് ഇതിലൊക്കെ കയറിയിട്ട് ആപ്പിലൊക്കെ കയറിയിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളെ അടുത്ത് പോകണം ആണുങ്ങളെ. അപ്പോൾ പെണ്ണെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കൊരു ആണുങ്ങൾക്കൊരു വീക്ക്നെസ് തന്നെയാണ്, അത് പ്രകൃതിയാലോ ഒക്കെ. എന്നാലും സ്വന്തം മകളെയൊക്കെ ഇതിനു വേണ്ടി ചെയ്യുമോ മനുഷ്യർ? പോലീസ് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമുദായം എവിടെ എത്തിയെന്ന ഉദാഹരണം കാസർഗോട്ടുകാരാണ് ശരിക്കും ഇവർ കാസർഗോട്ടുകാരാണ് ഇവരെ കണ്ണൂരിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പല കേസുകളും കാണാം. പല ഹണി ട്രാപ്പിൻ്റെ പിന്നെ വേറെ സ്റ്റോറിയൊക്കെ ഉണ്ടാവട്ടെ. നമ്മൾ പോലീസ് പറയുന്ന ഹണി ട്രാപ്പൊന്നും ആയിരിക്കില്ല പുറത്തേക്ക് വരുന്ന ഹണി ട്രാപ്പിൻ്റെ കഥ. എനിക്ക് പേഴ്സണലി അറിയുന്ന ചില സ്റ്റോറികളുണ്ട്. ചില കേസുകളിലൊക്കെ പെട്ട് കാശ് കൊടുക്കാനുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് പോലീസ് പൊക്കുമ്പോൾ പോലീസ് ഒരു സ്റ്റോറി ഉണ്ടാക്കും, ഹണി ട്രാപ്പിൻ്റെ ഒരു സ്റ്റോറി. എന്നിട്ട് പത്രങ്ങൾ അതാണ് വരിക, സത്യം വേറെ ഒന്നായിരിക്കും. എന്തായാലും പോലീസ് പറയുന്നത് ഈ സത്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ. വെറുതെ എങ്ങനെ പോകണം? ഇപ്പോൾ നമ്മളൊന്നും പിടിക്കണില്ലല്ലോ, നമ്മളൊന്നും ഹണി ട്രാപ്പിൽ പിടിക്കണില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ മകളെ വെച്ചിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരൊരു ചങ്കൂറ്റം എന്താണ്? അതുമില്ല കാക്കട്ടെ. ഇത്രയും നമ്മുടെ സമുദായം ഇത്രത്തോളം മതപ്പതിച്ചു എന്നുള്ള വലിയ ഞെട്ടലുണ്ടാക്കി ഇത്തരം കേസുകളൊക്കെ വർദ്ധിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഷിംജിത എന്ന് വേണ്ടിയിട്ടുള്ള ആ ഒരു വിഷയം ഉണ്ടല്ലോ, ഷിംജിത, അവരും ദീപക്കിനെ ഹണി ട്രാപ്പിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഉണ്ടായിരുന്നു. എന്താ അതിൻ്റെ ഹക്ക് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത്തരം ഒരു കേസിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ടവരെയൊന്നും കാണാൻ ഇടവരുന്നൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു വാർത്ത വരില്ലല്ലോ, നമ്മളങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പൊതുപരീക്ഷയുടെ കാര്യമാണ് ഞാൻ പ്രത്യേകം പറയാനുള്ളത്. മക്കളൊക്കെ നന്നായിട്ട് പരമാവധി മദ്രസയിൽ എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിപ്പിക്കാൻ ശ്രമിക്കുക. പല മക്കളും മദ്രസയിലൊക്കെ ഒരു വിയോജിപ്പാണ്. എല്ലാവരും വീട്ടിൽ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ അവസ്ഥ തന്നെയാണ്. മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള നേരം വൈകിയ മദ്രസയിൽ പല ഉസ്താദുമാരും സ്കൂളിനോടൊരു വിയോജിപ്പ്, മദ്രസ നേരം വൈകി കഴിഞ്ഞാൽ സ്കൂളിലേക്ക് നേരം വൈകി പിടിപ്പിക്കുക. ഇപ്പോൾ കുട്ടിയുടെ സ്കൂൾ മുടങ്ങും. കുറേ കഴിയുമ്പോൾ മദ്രസയിൽ ഭയങ്കര അടി. പിന്നെ പല രീതിയിലും മദ്രസ എപ്പോഴും ഒരു വില്ലനായിട്ടാണ് കുട്ടികൾ കാണുക. കുട്ടികൾക്കൊരു ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാർ ബോധപൂർവ്വം ശ്രമിച്ചാൽ പിന്നെ മക്കൾ വിട്ടൊഴിഞ്ഞ് പോകില്ല. അപ്പോൾ ഞാൻ കുറച്ച് മക്കൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ആർക്ക് ഒരു സ്കൂളിൻ്റെ അടുത്തൊരു 10ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മദ്രസയെ പഠിക്കുന്ന കുറച്ച് മക്കളുണ്ട്. അപ്പോൾ ആ മക്കൾക്ക് മദ്രസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഞാൻ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യും, എനിക്ക് നിങ്ങളുടെ ഉസ്താദ്. അപ്പോൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഉസ്താദിൻ്റെ ഒരു പെരുമാറ്റമാണ്. ആ ഉസ്താദുമാരെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ആ മക്കൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർ. ഏത് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ, പക്ഷെ അവർ മദ്രസയിലും 10ാം ക്ലാസ്സിൽ തന്നെയാണ്. പക്ഷെ അവർക്ക് മദ്രസ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനാണ്. അങ്ങനെ അത് ഉസ്താദുമാരുടെ വിജയമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പെൺകുട്ടികളെ മദ്രസയിലേക്ക് ആകർഷിപ്പിക്കണം. എന്നിട്ട് അവർക്ക് ഇന്നിപ്പോൾ ഓൺലൈൻ മദ്രസകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു 5 തവണ പൊതുപരീക്ഷയുടെ എക്സാമിൻ ഡ്യൂട്ടി ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒന്നുകിൽ 7ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ്, ഇത് 2 ക്ലാസ്സാണ് ഞാൻ പൊതുവെ പോവൽ. 7ാം ക്ലാസ്സിലാകുമ്പോൾ 7ാം ക്ലാസ്സായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അധികവും ഞാൻ 10ാം ക്ലാസ് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ ഉസ്താദായിട്ട് പോയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസാണ് മദ്രസയിൽ അങ്ങനെ പോവുക എന്നുള്ളത്. എന്തായാലും മരണപ്പെട്ടു പോയ ഹംസ മൗലവിക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ.